Smoking causes cancer. Every puff takes more than it gives. This film includes smoking scenes. It does not support tobacco use. കുറച്ച് ദിവസത്തെ സാവകാശം കൂടി തരണം. എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല. നിർത്തട. എൻ്റെ പൈസ ഇപ്പം തരാൻ പറ്റൂല്ലോ. നിന്റെ മകനെ ഞങ്ങളിങ്ങ് എടുത്തു പോൾസാ. ഇന്ന് രാത്രി നീ ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ അറിയാലോ. ഇന്ന് രാത്രിയൊക്കെ ഒന്ന് നീ കാത്തു നിൽക്കണ്ട. ഇന്ന് വൈകുന്നേരം നമുക്ക് ഞാൻ നിന്റെ മുന്നിലെത്തും. എൻ്റെ പേര് നിനക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നോട് പ്രശ്നം എന്താ 100 വട്ടം ചോദിച്ചു. എന്റെ പ്രശ്നം എന്താ നീ പറഞ്ഞില്ല. എടി നിനക്ക് മാത്രമല്ല, നമ്മക്കൊണ്ട് വിളക്കമല്ല മുഴുസൻസ്, മനസ്സിലായാ? മുന്നേ ഫ്രീ അല്ലേ? ഒരാഴ്ചത്തെ പരിചയം മാത്രമല്ലേ നമ്മളെ തമ്മിലുള്ളൂ. നിങ്ങൾ മോനക്കെട്ട് എന്നെ കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റുമോ? ഇപ്പം എനിക്കാകെ സഹായം ചോദിക്കാൻ പറ്റുന്ന ഒരാൾ നീ. വേറെ ആരും ഇല്ല. കയ്യിലിരിപ്പതല്ലേ. നിങ്ങളെ പഴയ കഥയെല്ലാം സീനാണെന്നല്ല നാട്ടുകാർ പറയുന്നത്. സംഭവം എന്താ? അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നു. ആരാ മോനെ കൊണ്ടുപോയെന്നെങ്കിലും അറിയോ? അറിയില്ല. എങ്ങനെ കൊണ്ടുപോയിനി? ഞാൻ രാവിലെ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കായിരുന്നു. യൂട്യൂബ് വീഡിയോ? ക്ലിയർ അല്ലേ? എൻ്റെ മോൻ കാണുന്നില്ലേ? ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഫൈറ്റിംഗ് ടിപ്സാണ്. എതിരാളികൾ എത്ര സ്ട്രെങ്ത് ഉണ്ടായാലും നമ്മുടെ അടിയുടെ വേഗതയിലാണ് കാര്യം. ഫാസ്റ്റ് മൂവ്മെൻറ്റിലാണ് നമ്മുടെ വിജയം കിടക്കുന്നത്. പിന്നെ അടിയുമ്പോ ആരെങ്കിലും നോക്കോ? അതൊക്കെ നോക്കൂടെ. നിന്റെ മകനെ ഞങ്ങളിങ്ങ് എടുത്തു പോൾസാ. ഇന്ന് രാത്രി നീ ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ അറിയാലോ. ആ യൂട്യൂബ് വീഡിയോ ആക്കിയിട്ട് 45 മിനിറ്റ് ഈ വോയിസ് ക്ലിപ്പ് വരുന്നത്. അപ്പം എന്തായാലും ജില്ല വിട്ട് പോയില്ല. ആ വോയിസ് കേട്ടിട്ട് മാർട്ടിൻ്റെതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവർ സെബാസ്റ്റിൻ്റെ കോഡുകളുണ്ടാവും. എന്തിൻ്റെ പണിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഈ ജോണിന്
മോനെ പോലത്തെ ചെറിയ പിള്ളേരെ കൊല്ലതിന് ഒരു മടിയുമില്ല. നിന്നെയൊക്കെ ഇത്രയും കാലം കൊല്ലാണ്ട് വിട്ട് എന്തോ ഭാഗ്യ. മോങ്കാരനോ? ഒറ്റ മിനിറ്റ്. ഡാ, എന്നെ ഒരു ദിവസം ഒരാൾ തട്ടിക്കൊണ്ട് പോയാൽ നീ എന്ത് ചെയ്യാ? ഞാൻ രക്ഷിക്കും. ഒന്നും പറയണ്ട, ഓൾ നൈസായിട്ട് തേച്ച്. അതെങ്ങനെയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻഷുറൻസ് വന്നതിന് ശേഷം നമ്മളെ പോലത്തെ വിദ്യാഭ്യാസത്തിലവർക്കും ജോലിയില്ലല്ല, എന്ത് ചെയ്യാനാണ്? ഈ മാർട്ടിൻ പ്രശ്നടാ. അവനെൻ്റെ മോന പോലീസ് ഫ്രണ്ട്സൊക്കെ എപ്പോൾ പോവാം? റിസ്ക് എടുക്കാൻ കഴിയില്ല. അവർക്ക് എന്നല്ലേ വേണ്ടേ? ഹലോ, ആ മാർട്ടിനല്ലേ? ഞാൻ ആ പോലീസിൻ്റെ ഫ്രണ്ടാണേ. ആ ചെതിന് നിർത്തിട്ടൂടെ? കുറച്ച് മനുഷ്യത്തിലൊക്കെ ഉണ്ടാകട്ടെ, നമുക്ക് കോംപ്രമൈസ് ആക്കാന്ന്. ഡാ, ജോണിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? പിള്ളേരെ അവൻ ജീവനോട് വിടില്ല, നിന്നെയും വിടില്ല. ഉള്ള സമയം നോക്കി സ്ഥലം വിട്ടോ. അത് ഞാൻ വെറുതെ തന്നെയാണ്. ഞാൻ പോലീസിൻ്റെ ഫ്രണ്ടൊന്നല്ല. ആര് ജോണി? നിങ്ങൾക്ക് മാർട്ടിനായിരുന്നല്ലേ നേരത്തെ പറഞ്ഞേ? മുന്നേ അതൊക്കെ പഴയ കഥയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പോരെ? പോസ്റ്റ് ഒട്ടിക്കാനില്ല മൈദ രാഘവേട്ടൻ്റെ ഹോട്ടലിൽ നടത്താം. അവിടെ കച്ചവടമൊന്നും ഇല്ലല്ലോ. മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഏത് കച്ചവടം ഇല്ലാന്നല്ല, മൈദൻ്റെ കാര്യം. മനസ്സിലായോ? ഹലോ, ആ മെമ്പറേ, ഈ മാർട്ടിൻ, ജോണ്, സെബാസ്റ്റ്യൻ ഇവരൊക്കെ ആരാണ്? സെബാസ്റ്റ്യന് സിമെൻ്റ് അച്ചടക്കം. സെബാസ്റ്റ്യൻ്റെ അനുജനാണ് ജോണ്. ജോണ് മുമ്പ് 8 വയസ്സിലെ കുഞ്ഞിനെ കൊന്നിട്ട് ജയിലിൽ പോയതാണ്. നീ വല്ല വള്ളിയൊന്നും കയറി പിടിക്കാൻ നിൽക്കണ്ട. ശരി പറ. ഏതായാലും ഇതുവരെ ഇല്ലേ, ഇനിയിപ്പോൾ ക്ലൈമാക്സിൽ നോക്കാം. പക്ഷെ ഇതിൻ്റെ ടൈലൻ്റാണ് ഏറ്റവും ഡാർക്ക്. സാറെത്താനായ? ഇതേക്കല്ലപ്പ ഞാനിപ്പം വലിയ റെസ്ക്യൂ ഓപ്ഷൻ കഴിഞ്ഞിട്ട് വലിയ ആളായി. നിങ്ങളാരാ ജോണ്? എനിക്ക് സംസാരിക്കണം. ഇത് മാർട്ടിൻ, ഇത് സാച്ചി.
ഞാൻ സെബാസ്റ്റ്യൻ. അപ്പൊ ജോൺ ആരാണ്? അതാണ് ജോൺ. ജോൺ പോൾസൺ. നിന്നോട് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞതല്ലേ ജോണിനെ നിനക്ക് ശരിക്കും അറിയില്ലെന്ന്. പിന്നെ അവന്റെ കൂടെ തന്നെ നീ എന്തിനിങ്ങോട്ട് വന്നു? അച്ഛനെയും തീർക്കും, മകനെയും തീർക്കും. ഞാൻ എതിരാളികൾ എത്ര സ്ട്രെങ്ത് ഉണ്ടായാലും നമ്മുടെ അടിയുടെ വേഗതയിലാണ് കാര്യം. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. കുറച്ചാൾ എവിടെയും പോയി മാറി. പിന്നെ ആ തോക്ക് എവിടെയും കളഞ്ഞേക്കും. ഞാൻ വിളിക്കാം. ജോണിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? പിള്ളേരെ അവൻ ജീവനോട് വിടില്ല. സെബാസ്റ്റ്യൻ സ്വത്തിന് വേണ്ടി ചതിച്ചെങ്കിലും കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ തോക്കെടുത്ത് പോയി. അപ്പനെയും പറ്റിച്ച് കുടുംബസ്വത്ത് മൊത്തം തിന്നാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാത്തിനെയും കൊല്ലും. ജോണേ, കുറച്ച് ദിവസത്തെ സാവകാശം കൂടി തരണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. നിർത്തടാ. എൻ്റെ പൈസ ഇപ്പം തരാൻ പറ്റുമല്ലോ. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഗൺ പോയിന്റിൽ സെബാസ്റ്റ്യന്റെ മോനായിരുന്നു ഉണ്ടായത്. മോനെ, മുന്നേ കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഒരു കൊലക്കുറ്റും കൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല. ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാന്നറിയാം. ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ മോൻ എന്ത് പഴച്ചു? ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ മകനും എന്ത് പഴച്ചു?